ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ആൻഡ് ഫോറിയർ സൈൻ ഇന്റഗ്രൽ. നമ്മൾ പഠിച്ചത് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ് പഠിച്ചത്. ആ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ ഡിഫൈൻഡ് ആണെങ്കിൽ അതിന്റെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഒരു കൊസൈൻ ഇന്റഗ്രലിന്റെയും ഒരു സൈൻ ഇന്റഗ്രലിന്റെയും സമ്മാണ്, അല്ലേ? അപ്പൊ അത് ഈ ഫംഗ്ഷൻ -ഇൻഫിനിറ്റി തന്നെ ഡിഫൈൻഡ് ആയ ഈ ഫംഗ്ഷൻ ഓഡോ ഈവനോ ആണെങ്കിൽ നമുക്ക് ഈ തിയറി ഒന്ന് മോഡിഫൈ ചെയ്യാം. അപ്പോൾ ഇത് ഒന്നുകിൽ കൊസൈൻ ഇന്റഗ്രൽ മാത്രമായി അല്ലെങ്കിൽ സൈൻ ഇന്റഗ്രൽ മാത്രമായി ചുരുങ്ങും. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ എ ഓഫ് ഡബ്ല്യു കാണാനുള്ള ഫോർമുല അറിയാമല്ലോ, 1/π ഇൻറ്റു ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഡബ്ല്യു എക്സ് ഡി എക്സ് എന്നും ബി ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1/π ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ് എന്നുമാണ്. ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആണെന്നിരിക്കട്ടെ. എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ ഫംഗ്ഷൻ. എഫ് എക്സ് ഈവൻ ആകുമ്പം എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈവൻ ആയിരിക്കും. കാരണം കോസ് ഫംഗ്ഷൻ ഈവൻ അല്ലേ. ഈവൻ ഫംഗ്ഷന്റെയും പ്രോഡക്റ്റ് ഈവൻ ഇൻറ്റു ഈവൻ എന്ന് പറയുന്നത് അഗെയിൻ എന്തായിരിക്കും? ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ ഫസ്റ്റ് ഇന്റഗ്രലിലെ 1/π ഇൻറ്റു ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഡബ്ല്യു എക്സ് ഡി എക്സ് എന്നുള്ളതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നതിനെ 0 ടു ഇൻഫിനിറ്റിയുടെ ഡബിൾ എന്ന് എഴുതാം. അപ്പൊ ഈ കേസിൽ എ ഓഫ് ഡബ്ല്യുവിന്റെ വാല്യൂ 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഡബ്ല്യു എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എഫ് ഈവൻ ആണ്, കോസ് ഈവൻ ആണ്, അപ്പൊ ഈവൻ ഇൻറ്റു ഈവൻ ആണ്, ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്തായാലും ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആയി പോവില്ല എന്നുള്ളത് അറിയാം. -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ ഇന്റഗ്രൽ 0 ആകുന്നത് ഓട് വരുമ്പോഴാണ്. അപ്പൊ അത് ഓർക്കാവുന്നതേ ഉള്ളൂ. -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് 0 ടു ഇൻഫിനിറ്റിയുടെ ഡബിൾ ആയിരിക്കും, 2 ടൈംസ് ആവും. അപ്പൊ ഈ ഫോർമുല മറ്റേ നേരത്തെ പഠിച്ച 1/π ഫോർമുലയിൽ നിന്ന് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ ഈ കേസിൽ ബി ഓഫ് ഡബ്ല്യുവിന്റെ വാല്യൂ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് സൈൻ ഡബ്ല്യു എക്സ് എന്നാണ് ബി ഓഫ് ഡബ്ല്യുവിന്റെ ഇന്റഗ്രലിനകത്ത് വരുന്നത്. എഫ് ഓഫ് എക്സ് ഈവൻ ആവുന്ന കേസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൈൻ എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഈവൻ ഇൻറ്റു ഓഡ് എന്ന് വരും, അത് അഗെയിൻ ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ ഓഡ് ഫംഗ്ഷനെയാണ് നമ്മൾ ബി ഓഫ് ഡബ്ല്യു കാണാൻ വേണ്ടി ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ എന്നതുകൊണ്ട് അതിന്റെ വാല്യൂ 0 ആയി പോകും. ബി ഓഫ് ഡബ്ല്യു അങ്ങ് 0 ആയി പോകും. അപ്പൊ നമ്മളുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന്റെ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് 1/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1/π ഇൻറ്റു എന്നില്ല, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഡബ്ല്യു ഇൻറ്റു കോസ് എക്സ് ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു എന്ന് ചുരുങ്ങും. അതിനകത്തിൽ ബി ഓഫ് ഡബ്ല്യുവിന്റെ ടൈം ഇല്ല. അപ്പോൾ ഇത് എന്തായി മാറി? ഒരു കൊസൈൻ ഇന്റഗ്രൽ ആയിട്ട് മാറി. ഇതിനെ നമ്മൾ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നു. ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ കാണാൻ ചോദിക്കുമ്പോൾ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ എന്ന ക്വസ്റ്റ്യൻ വരുമ്പം നമുക്ക് ചോദ്യത്തിൽ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റിയെ തരത്തുള്ളൂ. നമ്മൾ ഓടാണോ ഈവൻ ആണോ എന്ന് നോക്കുന്നത് -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഓടാണോ ഈവൻ ആണോ നോക്കി അതിനനുസരിച്ച് ചെയ്യും. 0 ടു ഇൻഫിനിറ്റി കൊസൈൻ ഇന്റഗ്രൽ കാണുക എന്നൊരു ക്വസ്റ്റ്യൻ വരാം. നമ്മൾ ഹാഫ് റേഞ്ച് സീരീസ് പഠിച്ചില്ലേ ഫോറിയർ സീരീസിൽ? ആ ഹാഫ് റേഞ്ച് സീരീസ് പഠിച്ചതുപോലെ ഇത് ഹാഫ് റേഞ്ച് ആണ്. -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിക്ക് പകരം 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഹാഫ് റേഞ്ചിൽ ഇന്റഗ്രൽ കാണാൻ ചോദിക്കുമ്പോൾ അത് കൊസൈൻ ഇന്റഗ്രൽ എന്നോ സൈൻ ഇന്റഗ്രൽ എന്നോ എടുത്തു പറയും. സൈൻ ഇന്റഗ്രൽ ആണ് കൊസൈൻ ഇന്റഗ്രൽ ആണ് ചോദിക്കുന്നതെങ്കിൽ അത് ഈവൻ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ അതിനെ മോഡിഫൈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിലേക്ക് ഈവനായി മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മോഡിഫിക്കേഷൻ നമ്മൾ അത് കാണിക്കേണ്ട, നമ്മൾ അതിനെ ഈവനായിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് ചെയ്യും കൊസൈനാ ചോദിക്കുന്നതെങ്കിൽ. ഇതുപോലെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെന്നിരിക്കട്ടെ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഓഡ് ആകുന്ന സമയത്ത് നമ്മളുടെ എ ഓഫ് ഡബ്ല്യു കാണാൻ വേണ്ടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഡബ്ല്യു എക്സിനെയാണല്ലോ. എഫ് എക്സ് ഓഡ് ആണെങ്കിൽ കോസ് ഈവൻ ആയതുകൊണ്ട് ഓഡ് ഇൻറ്റു ഈവൻ എന്നുള്ളത് അഗെയിൻ ഓഡ് ആകും.
അപ്പോൾ ആ ഓഡ് ഫംഗ്ഷനെയാണ് നമ്മൾ എ ഓഫ് ഡബ്ല്യു കാണാൻ വേണ്ടി -∞ ടു ഇൻഫിനിറ്റിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നതുകൊണ്ട് അതിന്റെ വാല്യൂ 0 ആയി പോകും. എ ഓഫ് ഡബ്ല്യു 0 ആയി പോകും എഫ് ഓഡ് ആകുമ്പോൾ. ഇനി ബി ഓഫ് ഡബ്ല്യു കാണുമ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സിനെയാണ്. എഫ് ഓഡാണ്, സൈനും ഓഡാണ്. അപ്പോൾ ഓഡ് ഇൻറ്റു ഓഡ് എന്നുള്ളത് ഈവൻ ഫംഗ്ഷനായി മാറും. ഈവൻ ഫംഗ്ഷൻ. അപ്പോൾ ബി ഓഫ് ഡബ്ല്യു കാണാൻ വേണ്ടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് -∞ ടു ഇൻഫിനിറ്റിയിൽ ഒരു ഈവൻ ഫംഗ്ഷനെയാണ്. അതിനെ അപ്പം നമുക്ക് 0 ടു ഇൻഫിനിറ്റിയിൽ അതിന്റെ 2 ടൈംസ് എഴുതാം. അപ്പോൾ ബി ഓഫ് ഡബ്ല്യുവിന്റെ ഫോർമുല 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ് എന്നാകും. ഈ കേസിൽ എ ഓഫ് ഡബ്ല്യു 0 ആയി പോയതുകൊണ്ട് എഫ് ഓഫ് എക്സിന്റെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഓഫ് ഡബ്ല്യു ഇൻറ്റു സൈൻ എക്സ് ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു എന്നാകും. അവിടെ ബി ഓഫ് ഡബ്ല്യു കാണാനുള്ള ഫോർമുലയാണിത്. അപ്പോൾ ഇതെന്തായി മാറി? ഒരു സൈൻ ഇന്റഗ്രൽ മാത്രമായി ചുരുങ്ങി. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫോറിയർ സൈൻ ഇന്റഗ്രൽ എന്ന് വിളിക്കാം. ഈ കേസിൽ ഓഡ് ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് ഓർക്കാൻ എളുപ്പമാണ്. സൈൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ എന്നതുകൊണ്ട് ഓഡ് ഫംഗ്ഷന്റെ ഫോറിയർ ഇന്റഗ്രൽ കാണുമ്പോൾ അതൊരു സൈൻ ഇന്റഗ്രൽ ആയിരിക്കും, ഫോറിയർ സൈൻ ഇന്റഗ്രൽ ആയിരിക്കും. ഈവൻ ഫംഗ്ഷന്റെ ഫോറിയർ ഇന്റഗ്രൽ കാണുമ്പോൾ അതൊരു ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ചോദ്യം വരാൻ പോകുന്നത് ഫോറിയർ സൈൻ ഇന്റഗ്രൽ ഓർ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ എന്നാണ്. അത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന ഇന്റർവെൽ തന്നിട്ടായിരിക്കും ചോദിക്കുക. -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നാണെങ്കിൽ നമ്മൾ ഫോറിയർ ഇന്റഗ്രലിനെ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. അന്നേരം നിങ്ങൾ ഒന്നുകിൽ നേരത്തെ ചെയ്തതുപോലെ ചെയ്യുക, അതല്ല ഓഡോ ഈവനോ ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ തിയറി ഉപയോഗിച്ചും ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇമ്പോർട്ടന്റ് ആണ്, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ആദ്യത്തെ ചോദ്യം രണ്ടിന്റെയും കൂടെയുള്ള എക്സാമ്പിൾ, ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫോറിയർ കൊസൈൻ ആൻഡ് സൈൻ ഇന്റഗ്രൽ. ക്വസ്റ്റ്യൻ ആദ്യം തന്നെ എടുത്തു പറയുന്നത് കണ്ടോ, കൊസൈൻ ആൻഡ് സൈൻ ഇന്റഗ്രൽ എന്നാ. ഫോർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു -kx. എന്നിട്ട് നോക്കിയേ എക്സിന്റെ ഇന്റർവെൽ നോക്കിയേ, പോസിറ്റീവ് സൈഡ് മാത്രമേ ഉള്ളൂ, എക്സ് ഗ്രേറ്റർ ദാൻ 0. പിന്നെ അതിൽ കെ എന്നൊരു വേരിയബിൾ ഉള്ളതുകൊണ്ട് കെയുടെ കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്, കെ ഇസ് പോസിറ്റീവ്, കെ ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ മാത്രമാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇ റൈസ് ടു -kx എന്നാണ്. ഇങ്ങോട്ട് എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണെന്ന് തന്നിട്ടേ ഇല്ല. അതിന്റെ കാരണം ഇത് ഫോറിയർ സൈൻ എന്നും ഫോറിയർ കൊസൈൻ എന്നും ഇന്റഗ്രൽസ് എടുത്തു പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഓഡ് ഈവൻ ഫംഗ്ഷന്റെ തിയറി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. സൈൻ ഇന്റഗ്രൽ കാണാൻ ഓഡ് ഫംഗ്ഷന്റെ തിയറി ഉപയോഗിക്കുക, കൊസൈൻ ഇന്റഗ്രൽ കാണാൻ ഈവൻ ഫംഗ്ഷന്റെ തിയറി ഉപയോഗിക്കുക. ഫംഗ്ഷൻ ഇ റൈസ് ടു -kx നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഹെഡിങ് രണ്ടുകൂടെ ചോദിച്ചേക്കുന്നത് കൊണ്ട് ഹെഡിങ് എഴുതി ചെയ്യാം. ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ. ആദ്യം ഇത് കാണാം. ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ആദ്യം തന്നെ ഫോർമുല എഴുതി വെക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ കൊസൈൻ എന്നല്ലേ, ബാക്കി തന്നെ അല്ലേ. അപ്പൊ കോസ് വരുന്നതാ. കോസ് വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇന്റഗ്രൽ, ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഡബ്ല്യു വരുന്നത്. എ ഓഫ് ഡബ്ല്യു കോസ് എക്സ് ഡബ്ല്യു ഡി ഡബ്ല്യു. ഇതിനകത്ത് എന്ത് വേണം? എ ഓഫ് ഡബ്ല്യു വേണം. എ ഓഫ് ഡബ്ല്യു നിങ്ങൾ എഴുതുമ്പോൾ ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ ഫംഗ്ഷൻ തന്നേക്കുന്നത് 0 ടു ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ മാറ്റേണ്ടി വരും. അത് 1/π അല്ല, അപ്പോൾ 2/π. 2/π ഇൻറ്റു 0 ടു ഇൻഫിനിറ്റി. അതും കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, എ ഓഫ് ഡബ്ല്യു ആണല്ലോ. എന്തുകൊണ്ട് പിന്നെ 2/π എഴുതി? ക്വസ്റ്റ്യൻ 0 ടു ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ അത് നമുക്ക് 2 ടൈംസ് ഒന്ന് എഴുതണം. -∞ ടു ഇൻഫിനിറ്റി കാണാൻ 2 ടൈംസ് 0 ടു ഇൻഫിനിറ്റി എന്ന് എഴുതേണ്ടത് കൊണ്ട് 2/π വന്നു. എന്നിട്ട് ഇവിടെ എഫ് ഓഫ് എക്സ് കോസ് ആണല്ലോ, കോസ് wx dx. ഇനി വില ഇട്ട് കൊടുത്താൽ മതി. 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു 0 ടു ഇൻഫിനിറ്റി ആണ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത്, -kx കോസ് wx dx. അപ്പൊ നമ്മുടെ ആ എക്സ്പൊണൻഷ്യൽ ഇൻറ്റു കോസിന്റെ ഇന്റഗ്രൽ കാണാനുള്ള ഫോർമുല ഉപയോഗിക്കുക. ഇവിടെ എ ആയിട്ട് എത്ര എടുക്കണം? ഫോർമുലയിലെ എ ആയിട്ട് -k, ബി ആയിട്ട് w എടുക്കുക. എടുത്തുകൊണ്ട് ആ ഇ റൈസ് ടു ax ഇൻറ്റു കോസ് ബി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഉപയോഗിക്കുക. എങ്ങനെ തുടങ്ങേണ്ടത്? ഇ റൈസ് ടു ax ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന്. അപ്പോൾ ഇവിടെ ഇ റൈസ് ടു -kx ബൈ -k സ്ക്വയർ, k സ്ക്വയർ എന്ന് എഴുതാമല്ലോ, പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത് w സ്ക്വയർ ഇൻറ്റു ബാക്കി എ എന്ന് തുടങ്ങേണ്ടത് എ ഇൻറ്റു ഇവിടെയുള്ള ഫംഗ്ഷൻ കോസ് ബി എക്സ്, എ ഇൻറ്റു കോസ് ബി എക്സ്, എന്നിട്ട് പ്ലസ്
ബി ഇൻറ്റു സൈൻ ബി എക്സ്. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇവിടെ എ ആയിട്ട് മൈനസ് കെ ആണ്. മൈനസ് കെ ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് പ്ലസ് ഡബ്ല്യു ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ്. ഈ ഫോർമുലയിൽ എക്ക് മൈനസ് കെയും ബിക്ക് ഡബ്ല്യു ഇട്ട് കൊടുക്കുക. എന്നിട്ട് ദ ഹോൾ ഫ്രം 0 to ഇൻഫിനിറ്റി ഈക്വൽസ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 2 by പൈ ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ. ഇത്രയും ഇനി മാറ്റാം. എക്സിനെ വിലയിട്ട് കൊടുക്കുന്നത് ഇതിനകത്ത് എക്സ് ഇല്ലല്ലോ ഇപ്പോൾ എഴുതിയതിനകത്ത്. ബാക്കി ഇനി എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുക. എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നാണ് വരുന്നത്. സോ അപ്പർ ലിമിറ്റിൽ വാല്യൂ 0, ദെൻ മൈനസ്. ഇനി ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ഇതിലേക്ക് എക്സിന് 0 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 എന്നാണ് വരുന്നത്. അത് 1 ഇൻറ്റു 1 ബൈ എന്നില്ല, ഇത് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, ഇവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. സോ 1 ഇൻറ്റു ഇതിനകത്ത് എക്സിന് 0 കൊടുക്കുക, ബ്രാക്കറ്റിൽ മൈനസ് കെ ഇൻറ്റു കോസ് 0 എന്നാണ് വരുന്നത്. മൈനസ് കെ ഇൻറ്റു കോസ് 0 1 പ്ലസ് ഡബ്ല്യു ഇൻറ്റു സൈൻ 0 എന്നാണ് വരുന്നത്. സൈൻ 0 0 ഇസ് ഈക്വൽ ടു 2 by പൈ ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് കെ എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് കെ ഇസ് ഈക്വൽ ടു ആൻസർ 2k by പൈ ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ. ഇത്രയേ ഉള്ളൂ. കൊസൈൻ ഇന്റഗ്രൽ കാണാൻ ഇത് മാത്രം മതി. കൊസൈൻ ഇന്റഗ്രൽ മാത്രമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതെങ്കിൽ ഇത് മാത്രം മതി. ഇനി സൈൻ ഇന്റഗ്രൽ കാണാൻ സൈൻ ഇന്റഗ്രൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ബി ഓഫ് ഡബ്ല്യു കാണണം. അപ്പോൾ എന്തായാലും കൊസൈൻ ഇന്റഗ്രൽ ആദ്യം എഴുതാം. കൊസൈൻ ഇന്റഗ്രലിന്റെ ആൻസർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഓഫ് ഡബ്ല്യു ഇൻറ്റു കോസ് എക്സ് ഡബ്ല്യു ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി 2k ബൈ വാല്യൂ ഇട്ട് കൊടുക്കുക. 2k ബൈ പൈ ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു കോസ് എക്സ് ഡബ്ല്യു ഡി ഡബ്ല്യു ഈക്വൽസ്. ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. കോൺസ്റ്റൻസ് ഒക്കെ ഡബ്ല്യുവിന് ഇൻഡിപെൻഡൻ്റ് ആയ ആളുകളെയൊക്കെ പുറത്തേക്ക് മാറ്റാം. 2k ബൈ പൈ ഇൻറ്റു ബാക്കി ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി കോസ് ഡബ്ല്യു എക്സ് അല്ലെങ്കിൽ എക്സ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു ഡി ഡബ്ല്യു. ഇതാണ് നമ്മുടെ തന്നിരുന്ന ഇ റൈസ് ടു മൈനസ് കെ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ. നെക്സ്റ്റ് നമുക്ക് ഫോറിയർ സൈൻ ഇന്റഗ്രൽ കാണാം. ഒരേ ചോദ്യത്തിൽ തന്നെ രണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹെഡിങ് എഴുതി ചെയ്യുക. ഫോറിയർ സൈൻ ഇന്റഗ്രൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇന്റഗ്രൽ അല്ലേ, ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ബി ഓഫ് ഡബ്ല്യു ഇൻറ്റു സൈൻ എക്സ് ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു. അപ്പോൾ അതിൽ നിന്ന് ബി ഓഫ് ഡബ്ല്യു കാണണം. ബി ഓഫ് ഡബ്ല്യുവിൻ്റെ ഫോർമുല 2 by പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡബ്ല്യു. അതിനെ തിരിച്ചെഴുതാം. സൈൻ ഡബ്ല്യു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇന്റഗ്രേഷൻ എന്നതുകൊണ്ട് ഇൻറ്റു ഡി എക്സ്. ഇതിലേക്ക് വിലയിട്ട് കൊടുക്കാം. ഈക്വൽസ് 2 by പൈ ഇൻറ്റു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് കെ എക്സ് ഇൻറ്റു സൈൻ ഡബ്ല്യു എക്സ് ഡി എക്സ്. അഗെയിൻ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു സൈൻ ബി എക്സിൻ്റെ ഇന്റഗ്രേഷൻ ഫോർമുല യൂസ് ചെയ്യുക. ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ഇത് എ ഇസ് ഈക്വൽ ടു മൈനസ് കെ എന്നും ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എന്നും എടുത്തുകൊണ്ട് എഴുതുക. അപ്പോൾ ഇത് 2 by പൈ ഇൻറ്റു 2 by പൈ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ എക്സ് ബൈ കെ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു മൈനസ് കെ സൈൻ ഡബ്ല്യു എക്സ് മൈനസ് ഡബ്ല്യു ഇൻറ്റു കോസ് ഡബ്ല്യു എക്സ് ദ ഹോൾ ഫ്രം 0 to ഇൻഫിനിറ്റി.
ഈക്വൽസ് മുമ്പ് ചെയ്ത പോലെ 2/π ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇനി മാറ്റി വെക്കാം. ബാക്കി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ആദ്യം ഇൻഫിനിറ്റി ആണ് അപ്പർ ലിമിറ്റ്, ഇൻഫിനിറ്റി ആണ് എക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരുന്നത് കൊണ്ട് 0 മൈനസ്. ഇനി ലോവർ ലിമിറ്റ് ആയ 0 കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇ റൈസ് ടു 0 എന്നാകും. അത് 1 ഇൻറ്റു ബ്രാക്കറ്റിൽ ബാക്കി ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. മൈനസ് കെ ഇൻറ്റു സൈൻ 0 എന്നാണ്, അത് 0 ആകും. മൈനസ് ഇവിടെ ഡബ്ല്യു ഇൻറ്റു കോസ് 0 എന്നാണ് വരുന്നത്, അത് ഡബ്ല്യു ഇൻറ്റു 1 ഡബ്ല്യു. അപ്പോൾ ഇവിടെ -1 ഇൻറ്റു മൈനസ് ഡബ്ല്യു പ്ലസ് ഡബ്ല്യു എന്നാകും. 2/π ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു ഡബ്ല്യു ഈക്വൽസ് 2w/π ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ. സൈൻ ഇന്റഗ്രൽ എഴുതാം. Therefore, the Fourier sine integral representation for f of x is integral 0 to infinity b of w sin xw dw is equal to integral 0 to infinity b of w ന്റെ വാല്യൂ ഇതിട്ട് കൊടുക്കാം 2w/π ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു സൈൻ xw dw. ഇതിന് കോൺസ്റ്റൻസ് പുറത്തേക്ക് എടുക്കാം. ഡബ്ല്യുവിന് ഇൻഡിപെൻഡൻ്റ് ആയ കോൺസ്റ്റൻസ് 2ഉം പൈയുമേ ഉള്ളൂ. 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി w സൈൻ xw ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു dw. അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ ഫംഗ്ഷൻ ഏതായിരുന്നു? ഏത് ഫംഗ്ഷൻ്റെ ഫോറിയർ സൈൻ ഇൻ്റഗ്രലും കൊസൈൻ ഇൻ്റഗ്രലുമാണിത്? f of x is equal to e raised to minus kx എന്ന ഫംഗ്ഷൻ ഫോർ x ഗ്രേറ്റർ ദാൻ 0. ഇവിടെ k എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പൊ ഇതിൽ നിന്ന് ഇവിടെ ഒരു റിമാർക്ക് പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ച ഈ അവസാനം പഠിച്ച റിസൾട്ട് ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് ഈ ഇത് എഫ് ഓഫ് എക്സിന്റെ റെപ്രസെന്റേഷൻ ആണല്ലോ. അപ്പൊ തിരിച്ച് ഈ π/2നെ ലെഫ്റ്റിലേക്ക് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഇന്റഗ്രൽ ഫോം എഴുതാം. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി w സൈൻ xw ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇൻറ്റു dw ഇസ് ഈക്വൽ ടു π/2 2/πയുടെ റെസിപ്രോക്കൽ π/2 എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. π/2 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ ഇ റൈസ് ടു മൈനസ് കെ എക്സ്. അപ്പോൾ അതിട്ട് കൊടുക്കാം ഇ റൈസ് ടു മൈനസ് കെ എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ ഇതാണ്. അപ്പോൾ അതൊരു ഫോർമുലയായിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്, ആവശ്യമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി w സൈൻ xw divided by k square plus w square dw equal to π/2 into e raised to minus kx. കെയുടെ വാല്യൂ 1 ആകുമ്പോൾ ഒക്കെ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഫോർമുലയ്ക്കൊക്കെ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഫോർമുലയായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. മറ്റുള്ളിടത്ത് ആവശ്യം വരുവാണെങ്കിൽ ഇതുപോലുള്ള ഇന്റഗ്രൽസിന്റെ ഒക്കെ ഇവാലുവേഷൻ എവിടെയെങ്കിലും വേണ്ടി വരുന്നിടത്ത് ഫോർമുലയായിട്ട് ഇത് യൂസ് ചെയ്യാം. ഇതിനെ ലാപ്ലേസ് ഇന്റഗ്രൽ എന്നാണ് അറിയപ്പെടുന്നത്. ലാപ്ലേസ് സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽ ആണ്. ഞാൻ തുടക്കത്തിൽ ഒരു ഇന്റഗ്രൽ പറഞ്ഞായിരുന്നല്ലോ, ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ w ബൈ w ഇൻറ്റു dw. ഇതിന്റെ വാല്യൂ π/2. അത് ഫോർമുലയായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ w ബൈ w dw is equal to π/2. അതുപോലെ അറിയേണ്ട ഒരു ഫോർമുലയാണിത്. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി w സൈൻ xw ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ dw is equal to π/2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ എക്സ്. ഇതിനകത്ത് എക്സിനൊക്കെ വില കൊടുത്തൊക്കെ പല ഫോർമുലകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കെയ്ക്ക് വില കൊടുത്തും പല ഫോർമുല ഉണ്ടാക്കാം. ഇതിനെ ലാപ്ലേസ് ഇന്റഗ്രൽ അറിയപ്പെടുന്നത്. ഇത് മാത്രമല്ല ഒരെണ്ണം കൂടി ഉണ്ട്, നമ്മൾ ആദ്യം ചെയ്തില്ലേ, ഇത് രണ്ടിനെയും കൂടെ ചേർത്ത് ലാപ്ലേസ് ഇന്റഗ്രൽസ് എന്ന് അറിയപ്പെടുന്നത്. ആദ്യം നമ്മൾ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ കണ്ടായിരുന്നല്ലോ, ഇത്. അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എഫ് ഓഫ് എക്സ് ആണല്ലോ, എഫ് ഓഫ് എക്സ് ഈക്വൽസ്. ഇത് നമുക്ക് തിരിച്ചെഴുതാമല്ലോ. ഇതിന് തിരിച്ചെന്തെഴുതാം?
ഇന്റഗ്രൽ 0 to infinity cos xw divided by k square plus w square into dw is equal to ഇതിന്റെ റെസിപ്രോക്കൽ ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/2k into f of x. f of x ന് പകരം e raised to minus kx എന്ന് എഴുതാം. അപ്പോൾ ഇത് ഇന്റഗ്രൽ 0 to infinity cos xw divided by k square plus w square dw is equal to pi/2k into e raised to minus kx for x greater than 0. ഇതും ഫോറിയർ അല്ല ലാപ്ലേസ് ഇന്റഗ്രൽ എന്നാണ് ഇതിനെയും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോർമുല കൂടെ ചേർത്ത് ലാപ്ലേസ് ഇന്റഗ്രൽസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഈ റൈറ്റ് സൈഡിൽ വന്നേക്കുന്ന റൈസ് ടു മൈനസ് കെ എക്സ് എന്ന ഫംഗ്ഷനെ നിങ്ങൾ എഫ് എന്ന് എടുക്കുക. അല്ലെങ്കിൽ റൈറ്റ് സൈഡ് മൊത്തം കൂടെ എഫ് എന്ന് എടുത്താലും കുഴപ്പമില്ല, ഇത് മൊത്തവും കൂടെ എഫ് ഓഫ് എക്സ് എന്ന് എടുത്തിട്ട് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് കിട്ടും. അല്ലെങ്കിൽ ഇ റൈസ് ടു മൈനസ് കെ എക്സിനെ മാത്രം എഫ് എക്സ് എടുക്കുക. ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് അന്നേരം നിങ്ങൾ പ്രൂവ് ദാറ്റ് എന്നാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ പ്രൂവ് ദാറ്റ് എന്ന് ചോദിക്കുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്, പ്രൂവ് ചെയ്യേണ്ട ഇന്റഗ്രലിൽ കോസ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ കാണുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇത് മനസ്സിലാക്കാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇതാ പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്നതെങ്കിൽ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഫംഗ്ഷൻ മൊത്തമായോ അല്ലെങ്കിൽ ഇ റൈസ് ടു മൈനസ് കെ എക്സ് മാത്രമായോ എഫ് ഓഫ് എക്സ് എടുക്കുക. തീർച്ചയായിട്ടും ഇതിന്റെ കൂടെ 4x ഗ്രേറ്റർ ദാൻ 0 എന്നുണ്ടാവും. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നാണ്. അല്ലെങ്കിൽ എക്സ് 0 ഇല്ലെങ്കിൽ പോലും ഈ ആൻസറിനകത്ത് സൈൻ മാത്രമല്ലേ ഉള്ളൂ, സൈൻ എക്സ് ഡബ്ല്യു മാത്രമല്ലേ ഉള്ളൂ, കോസ് എക്സ് ഡബ്ല്യു ഇല്ലല്ലോ. അപ്പോൾ സൈൻ എക്സ് ഡബ്ല്യു എന്ന് മാത്രം വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഫോറിയർ സൈൻ ഇന്റഗ്രലാണ് കാണേണ്ടത്. എഫ് ഓഫ് എക്സ് ഈക്വൽസ് ഈ ഫംഗ്ഷനെ എഫ് ഓഫ് എക്സ് എടുക്കുക. ക്വസ്റ്റിനകത്ത് 4x ഗ്രേറ്റർ ദാൻ 0 എന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ എടുക്കുക. ക്വസ്റ്റ്യൻ സൈൻ ഇന്റഗ്രൽ ആണ്. സൈൻ ഇന്റഗ്രൽ കാണാൻ വേണ്ടി ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വേണം എടുക്കാൻ. ഈ ഫംഗ്ഷനെ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുക. കോൺസ്റ്റന്റ് മാറ്റി വെച്ചിട്ട് ഫംഗ്ഷൻ മാത്രമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഉൾപ്പെടെ എടുക്കാം, എങ്ങനെ ആയാലും കുഴപ്പമില്ല. അതിനെ എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ഫോറിയർ സൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടുന്നതാണ്.